ടാറിന് പിന്നാലെ സിമന്റിനും വില വർദ്ധിച്ചതോടെ നിർമ്മാണ മേഖല സ്തംഭിക്കുന്നു. റോഡ് പണിയും കെട്ടിട നിർമ്മാണങ്ങളും ഒക്കെ നിലച്ച മട്ടാണ്. പ്രതിസന്ധിയിലെന്ന് കരാറുകാർ പറയുന്നു. സിമന്റ് ചാക്കിന് 30 രൂപയാണ് വർദ്ധിച്ചത്. ടാറിന് 50% വിലയും വർദ്ധിച്ചു. ആകപ്പാട് പ്രതിസന്ധിയാണ്. നോക്കി വരാം. ടാറിൻ്റെ വില നോക്കുകയാണ്, അമിതമായ വർധനവാണ്. ബാരലിന് ഡബിൾ വിലക്കാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിരുന്നത്. അഗ്രിമെൻ്റ് വെച്ച പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വളരെ പ്രയാസപ്പെടുകയാണ്. ഇപ്പോൾ 300 രൂപയ്ക്ക് സിമൻറ്റ് കിട്ടിയിരുന്നത് ഇന്നലെ 340 രൂപയ്ക്കായിട്ടാണ് സൈറ്റിൽ ഇറക്കിയിട്ടുള്ളത്. സിമൻറ്റ് ഗണ്യമായി ഇനിയും വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അത് തോന്നിയമായിട്ടുള്ളൊരു വിലയാണ്. 40 രൂപ കൂട്ടിയ കമ്പനിയുണ്ട്, 50 കൂട്ടിയ കമ്പനിയുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിർമ്മാണ മേഖല ആകെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 40 രൂപയ്ക്ക് കിട്ടിയിരുന്ന മെറ്റീരിയൽ അവരടുക്കി ഇപ്പോൾ 60, 65, 70 രൂപ വരെയാണ് വാങ്ങുന്നത്. ഇന്നിപ്പോൾ ഒരു ലോഡ് മെറ്റൽ ഇറക്കിയാൽ നാളെ വരുമ്പോൾ വേറൊരു റേറ്റാണ്. പെട്രോളിൻ്റെ അതേമാതിരിലാണ് ഇപ്പോൾ വില മെറ്റീരിയലിന് അമിതമായിട്ട് വർദ്ധിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, ആകപ്പാടെ പ്രതിസന്ധിയാണ്. റോഡ് നിർമ്മാണവും കൺസ്ട്രക്ഷൻ മേഖലയും ഒക്കെ തന്നെ പ്രതിസന്ധിയിലാവുന്ന മട്ടാണോ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, കാരണം അതിഥി തൊഴിലാളികൾ പോയതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് നിർമ്മാണ മേഖലയിലൊക്കെ ഉള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ടാറിനും അതോടൊപ്പം തന്നെ സിമന്റ് ചാക്ക് ഒന്നിന് 30 രൂപ മുതൽ 50 രൂപ വരെ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അടിസ്ഥാന മേഖലയിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റുന്ന നിലയിലാണ്. ഇപ്പോൾ പറയുന്നത് 30 മുതൽ 50 രൂപ വരെയാണ് ചാക്കൊന്ന് സിമന്റിന് ഇത്തരം വില വർദ്ധിച്ചു എന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ടാറിന്റെ വില വർധനവ് വലിയ തരത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. V6 എന്ന് പറയുന്ന ഇനത്തിന് 10,021 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ 15,138 ഉയർന്നിരിക്കുന്നു. RS1 എന്ന് പറയുന്ന ഇനത്തിന് 19,050 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ 10,815 രൂപയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. SS1 എന്ന് പറയുന്ന വിഭാഗത്തിന് 29,134 രൂപയായിരുന്നെങ്കിൽ 16,304 രൂപയാണ്. അത് എല്ലാ ഇനം ടാറിനും 50% വില വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ റോഡ് പണി അടക്കമുള്ള കാര്യങ്ങൾ സ്തംഭിക്കുന്ന നിലയിൽ പൂർണ്ണമാർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്ന് തന്നെയാണ് ഈ കോൺട്രാക്ടർ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടൽ വേണം. മെറ്റലടക്കമുള്ള സാധനങ്ങൾക്കും ഏതാണ്ട് 60-70% വില വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഈ മഴക്കാലം എത്തുന്നതിന് മുമ്പേ പൂർത്തിയാക്കേണ്ടുന്ന പ്രവൃത്തികളൊക്കെ പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തത്. അരുൺ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റോഡ് കെട്ടിട നിർമ്മാണം ഇത് മാത്രമല്ല.